അല്ല ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ എല്ലാവരും വിളിക്ക്. എന്താ സാറേ? ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് വായിക്കാം ഞാൻ. എവിടെ ഇനി ആള് വരാനുണ്ടല്ലോ. 15 പേരുടെ നില ഗുരുതരമാണ് സാറേ. അയ്യോ, എന്തു പറ്റി? ജപ്പാനിൽ ഫ്ലൈറ്റ് അപകടം, 15 പേര്. അതെ, രജിസ്റ്ററോടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, പോയി സൈൻ ചെയ്തോ. നേരം വൈകി വന്നതിലുള്ള നമ്പറാണെന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലായി കേട്ടോ. നിക്ക് ഇത് വായിച്ച് കേട്ടിട്ട് പോവാം. ഇനി മുതൽ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടുള്ള ഓർഡറാണിത്. എന്തേ സാറിപ്പ എന്താ പറഞ്ഞു? ഇനി മുതൽ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടുള്ള ഓർഡറാണ് ഇത് എന്നാ പറഞ്ഞത്. ഉത്തരവാണിത് എന്ന് പറയട്ടെ. അതെ, സംസാരം മലയാളത്തിൽ വേണമെന്ന് ഓർഡർ ഇല്ല. ഒന്നുമില്ല, കാര്യത്രേ ഉള്ളൂ. ഇപ്പൊ കോയ സാറ് ഫയൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മണ്ടോദരിക്ക് എഴുതി കൊടുക്കുന്നതും, മണ്ടോദരി സുഗത സാറിന് കൊടുക്കുന്നതും, സുഗത സാറ് അത് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മലയാളത്തിലായിരിക്കും. അയ്യോ സാറേ, ഞാൻ +2 ഡിഗ്രിക്കൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അതിനെന്താണ്? അല്ല, പെട്ടെന്ന് ഇങ്ങനെ മലയാളത്തിൽ എഴുതാനൊക്കെ പറഞ്ഞു. സാറേ, ഞാൻ ഫ്രഞ്ച് ആയിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിടുക. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള മലയാളമായിരിക്കും ഇനി മുതൽ നമ്മുടെ ഭരണഭാഷ. ആണ്ടിമൂടി നമ്മൾ മലയാളീകരിക്കുന്നു. എന്തായാലും ഇത് ഒരാവശ്യമില്ലാത്തൊരു കാര്യമായിട്ടോ സാർ. ഇപ്പൊ ഇത് ആദ്യമൊക്കെ എന്തെങ്കിലും സംശയം ചോദിച്ചു പറഞ്ഞ ആൾക്കാരെ 2 ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് മടക്കി പറഞ്ഞയക്കാറ്. അതും പറ്റാണ്ടായി. പിന്നെ വേറൊരു കാര്യം, ഇത് നിസ്സാര കേസല്ല, വളരെ സീരിയസ് ആണ്. എഴുത്തുകുത്തുകൾ ഇനി മുതൽ മലയാളത്തിലേ ആകാവൂ. എങ്ങാനും നിങ്ങൾ മാറ്റി എഴുതിപ്പോയാൽ 5000 രൂപ മുതൽ 25,000 രൂപ വരെ പഴ കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ഇനി മുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പേര് വിവരം മുഴുവൻ മലയാളത്തിലായിരിക്കണം എന്നാണ് നിയമം. എന്തൊക്കെ ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചോളൂ. വരി സാറേ, എനക്കെന്തൊക്കെ പ്രശ്നം വരുവാ? എനിക്ക് പ്രശ്നം വരാണ്ട്. ഇനി ബൾബ് മാറ്റുന്നതും ഫീസ് മാറ്റുന്നതൊക്കെ മലയാളത്തിലാക്കണോ? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടാ പോണ്. അല്ല സാർ, ഇത് സംഭവം ഭയങ്കര കഷ്ടാട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ പേര് ഇംഗ്ലീഷ് അല്ലേ? ഞാൻ ഒരു കാര്യം വെക്കട്ടെ. സ്വിച്ച് എന്താ പറയാ ഇടുമ്പോ കത്തുന്ന, അല്ല, ഓണാക്കുന്നതും ഓഫാക്കുന്നതുമായ ഉപകരണം. ഓണും ഓഫും ഇംഗ്ലീഷ് അല്ലേ? ഓണും ഓഫ്. അപ്പൊ എന്താ പറയാ മണ്ടോതിരി? ഓൺ എന്ന് പറഞ്ഞാ വരും, കറണ്ട് വരും. ഞാൻ പറഞ്ഞുതരാ. ആഗമനം വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം, സ്വിച്ച്. സാറേ, ഇതൊക്കെ ഈ അപേക്ഷ തരാൻ വരുന്നവർക്ക് അറിയാൻ പറ്റുമോ? എന്തിനാ അവർക്ക് അറിഞ്ഞത്? അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇന്നല്ലേ ഫൈൻ പോണേ. എന്തിനു ഫൈൻ പോണേ? നമ്മളെടുക്കാതെ നമ്മൾ റിജക്ട് ചെയ്യണോ? ഒഴിവാക്കണോ? നമുക്കൊരു പണിയില്ല ചുരുക്കത്തില്. പണിയില്ല, ഇനി മലയാളം പഠിക്കണം, അത് തന്നെ വലിയൊരു പണിയാ. ഈ നിലക്ക് പോവാച്ചാലേ ഓഫീസ് നമുക്ക് 5 മണിക്കൊന്നും അടക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 7 മണി 8 മണി വരെ പോവും. അല്ലാണ്ട് പിന്നെ ഈ സ്വിച്ച് എഴുതുന്നോടത്ത് തന്നെ ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ എഴുതി വരുമ്പോ സമയം എത്രാവുന്ന വിചാരം? പിന്നെ പഠിച്ചോന്നെ ഈ നിലക്ക് ശമ്പളത്തിന് കൂട്ടില്ല വെച്ചാൽ പേ അടച്ച് തോൽക്കും.